സ്വകാര്യ മേഖലയ്ക്ക് രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമൊരുക്കുകയാണ് സർക്കാരെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ. മന്ത്രി വീണ ജോർജ് പഴയ കണക്കുകൾ പറഞ്ഞാണ് ന്യായീകരണം നടത്തുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കൃത്യമായ രേഖകളാണ് സഭയിൽ നൽകിയതെന്നും വി ഡി സതീശനെ സംവാദത്തിന് ക്ഷണിക്കുകയാണെന്നും മന്ത്രി വീണ മറുപടി പറഞ്ഞു. ചട്ടങ്ങൾ പാലിച്ചേ ഉപകരണങ്ങൾ വാങ്ങാൻ കഴിയുമെന്ന് മന്ത്രി വ്യക്തമാക്കി. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കുന്ന പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സർ, ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്ക്, ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ. സർ, ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആനമണ്ടത്തരമാണ്. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ. ഞാൻ ഇതിനു മുൻപുള്ള ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സർ. തരണം എന്നുള്ളത് പറഞ്ഞു. കാരണം സ്പെഷ്യൽ പരിഗണന നൽകണം. ഞാൻ MP യുടെ പേര് പറയുന്നില്ല സർ. പക്ഷേ ആ ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്തെന്നറിയോ, ബട്ട് യുവർ MP ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ്, then so let me see എന്നാണ് സാർ പറഞ്ഞത്. അപ്പോ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകൾ ആക്കുന്ന ഒരു പദ്ധതിയുണ്ട് സർ. സർ, ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജ് ആക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സർ. ഷിജോ കുര്യൻ കൂടുതൽ വിവരങ്ങളുമായി. ഷിജോ, ഇന്ന് നിയമസഭയിൽ വന്ന പ്രശ്നം എന്താണ്? ഒന്നാമത് മെഡിക്കൽ കോളേജുകളും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിരന്തരമായ പരാതികൾ പലയിടത്തും ഉണ്ട് എന്ന് നമ്മൾ കാണുന്ന കാര്യമാണ്. ഇപ്പോൾ പലയിടത്തും ആവശ്യമായ മരുന്നുകൾ, ഉപകരണങ്ങൾ എന്നിവയുടെ പ്രശ്നം ഉണ്ടാകുന്നു. കാരണം ഈ പറയുന്ന ഏജൻസിന് പൈസ കൊടുക്കാത്തത് കാരണമുള്ള പ്രശ്നങ്ങൾ. എന്താണ് പ്രതിപക്ഷം ഇന്ന് നിയമസഭയിൽ ഉന്നയിക്കുന്ന പ്രശ്നം? എന്താണ് സർക്കാരിന്റെ മറുപടി? എന്താണ്? നിഷാദ, സംസ്ഥാന സർക്കാരിനെയും പ്രത്യേകിച്ച് ആരോഗ്യ വകുപ്പിനെയും വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിയ കുറേയധികം കാര്യങ്ങളാണ് ഇക്കഴിഞ്ഞ നാളുകളിലെല്ലാം കടന്നുപോയത്. ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പലവിധമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉപകരണക്ഷാമം, മരുന്നില്ലാത്തത്, ചികിത്സാ പിഴവ്, അങ്ങനെ തുടങ്ങിയ ഒട്ടനവധി വിഷയങ്ങളാണ് ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും നേരിട്ടത്. അതുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം തന്നെയായിരുന്നു നിയമസഭയിൽ ഇന്നത്തെ ചോദ്യോത്തരവേളയിൽ ആദ്യം തന്നെ ഉയർന്നു വന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവിയായിരുന്ന ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച കുറേയധികം കാര്യങ്ങളുണ്ട്. ഉപകരണക്ഷാമം, ഉപകരണമില്ലാതെ ശസ്ത്രക്രിയ മുടങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് ആരോഗ്യവകുപ്പിനെ വലിയ തരത്തിൽ പ്രതിസന്ധിയിലാക്കിയിരുന്നു. അപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യമാണ് ചോദ്യോത്തരവേളയിൽ ആദ്യമായിട്ട് പ്രതിപക്ഷ നിരയിൽ നിന്ന് AP അനിൽകുമാർ ചോദിച്ചത്. ഈ ചോദ്യത്തിന് ആരോഗ്യമന്ത്രി വീണ ജോർജ് നൽകിയ മറുപടി എന്ന് പറയുന്നത് ഈ ഉപകരണക്ഷാമത്തെ സംബന്ധിച്ചുകൊണ്ടായിരുന്നു. മന്ത്രി പറഞ്ഞു തുടങ്ങിയത് ഉപകരണങ്ങളും മറ്റ് കാര്യങ്ങളും വാങ്ങുന്നത് എല്ലാം കൃത്യമായിട്ടുള്ള ചട്ടങ്ങൾ പാലിച്ചു തന്നെയാണ്. ചട്ടങ്ങൾ പാലിക്കാതെ ഒരു തരത്തിലുമുള്ള ഒരു ഇടപെടൽ ആരോഗ്യവകുപ്പ് നടത്തുന്നില്ല. എല്ലാ കാര്യങ്ങളും, ഉപകരണം വാങ്ങുന്ന കാര്യത്തിലടക്കം വീഴ്ചകൾ ഉണ്ടായിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചട്ടങ്ങൾ പാലിച്ച് തന്നെ ഇത് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡോക്ടർ ഹാരിസ് ചിറക്കൽ ഉന്നയിച്ച പോലൊരു കാര്യത്തെക്കുറിച്ച് വിദഗ്ധ സമിതി അന്വേഷിച്ചപ്പോൾ രോഗികളിൽ നിന്ന് പണം വാങ്ങി ചികിത്സ നൽകിയിട്ടുണ്ട് എന്നുള്ള കാര്യങ്ങൾ വിദഗ്ധ സമിതി കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ രോഗികളിൽ നിന്ന് പണം വാങ്ങി ചികിത്സ നൽകുന്ന രീതി ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയില്ല. അത് സർക്കാരിന്റെ മാർഗമല്ല. അത്തരം ഒരു സംവിധാനം തുടർന്ന് പോരുന്നുണ്ട് എങ്കിൽ, സർക്കാർ ആശുപത്രികളിൽ, മെഡിക്കൽ കോളേജുകളിൽ അത്തരം രീതി തുടർന്നു പോകുന്നുണ്ടെങ്കിൽ അത് നിരുത്സാഹപ്പെടുത്തണം. അതല്ല എങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പ് മേധാവിമാർ, കൃത്യമായിട്ട് ഡിപ്പാർട്ട്മെന്റ് മേധാവിമാർ അത് ബന്ധപ്പെട്ട മെഡിക്കൽ കോളേജ് അധികൃതരെ അറിയിക്കണം എന്നുള്ള കാര്യങ്ങൾ കൂടി മന്ത്രി വീണ ജോർജ് ചോദ്യത്തിന് മറുപടിയായിട്ട് പറയുന്നത്. പക്ഷേ അതിനും അപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതാവും മന്ത്രി വീണ ജോർജും തമ്മിലുള്ള ഒരു പരസ്പര പ്രതിവാദത്തിലേക്ക് പോകുന്ന ഒരു ചില സാഹചര്യങ്ങൾ കൂടി നമ്മൾ കണ്ടിരുന്നു. ഇതിനകത്ത് പ്രതിപക്ഷ നേതാവ് എന്തിനാണ് പ്രകോപിതനാകുന്നത് എന്നുള്ളൊരു ചോദ്യം മന്ത്രി വീണ ജോർജ് ചോദിച്ചിരുന്നു. അതിന് കാരണം എന്ന് പറയുന്നത് കഴിഞ്ഞ 3 വർഷത്തെ 3 ടേമിലെ സർക്കാരിന്റെ കാലത്തെ കണക്കുകൾ ആരോഗ്യമന്ത്രി നിരത്തി. അതായത് 2011 മുതൽ 2016 വരെയുള്ള UDF സർക്കാരിന്റെ കാലത്ത് വെറും 15,64 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ മാത്രമാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാങ്ങി നൽകിയത്. എന്നാൽ ഒന്നാം പിണറായി സർക്കാർ 2015-16 മുതലുള്ള കാലഘട്ടത്തിൽ ഇങ്ങോട്ട് വരുമ്പോൾ ഏതാണ്ട് 40 കോടിയിലധികം രൂപയുടെ ഉപകരണങ്ങൾ മെഡിക്കൽ കോളേജിന് വാങ്ങി നൽകി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം കഴിഞ്ഞ രണ്ടാം പിണറായി സർക്കാർ കഴിഞ്ഞ 4 വർഷത്തിനിടെ വാങ്ങി നൽകിയത് 80 ലക്ഷം കോടിയിലധികം രൂപയുടെ ഉപകരണങ്ങളാണ്. അപ്പോൾ അങ്ങനെ കണക്ക് പറഞ്ഞു തുടങ്ങിയപ്പോൾ അത് പ്രതിപക്ഷത്തെ പ്രകോപിപ്പിച്ചു. പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അങ്ങനെയാണെങ്കിൽ EMSന്റെ കാലത്തെ കണക്കുകൾ പറഞ്ഞു തുടങ്ങണം, അന്ന് എക്സ്റേ മെഷീൻ പോലും ഇല്ലായിരുന്നല്ലോ എന്നുള്ള ഒരു ചോദ്യങ്ങൾ കൂടി പ്രതിപക്ഷ നേതാവ് ചോദിച്ചു. എന്തായാലും ആരോഗ്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൃത്യമായിട്ടുള്ള മറുപടി പ്രതിപക്ഷത്തിന് നൽകിയിട്ടുണ്ട്. പക്ഷേ അതിനിടയിൽ രാഹുൽ മാങ്കൂട്ടലിനെ പരോക്ഷമായിട്ട് കുത്തി ഒരു പ്രതികരണം കൂടി മന്ത്രി നടത്തിയിട്ടുണ്ട്. അതായത് സംസ്ഥാനത്തെ ശിശുമരണ നിരക്കുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യത്തിന് മന്ത്രി മറുപടി നൽകിയത് സംസ്ഥാന സർക്കാർ ശിശുക്കളെ ജനിപ്പിക്കുകയാണ്. സംസ്ഥാനത്തെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട, ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ സീരിയസ് ആയി നിയമസഭയിൽ കൊണ്ടുവരികയാണ് പ്രതിപക്ഷം. അതേസമയം ചില കണക്കുകൾ, പഴയ കണക്കുകളൊക്കെ മുന്നിൽ വെച്ചുകൊണ്ടാണ് മന്ത്രി അതിന് പ്രതിരോധം തീർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത്. നമ്മുടെ ആരോഗ്യ മേഖല ചില പ്രശ്നങ്ങളെ നേരിടുന്നുണ്ട്. മെഡിക്കൽ കോളേജിലടക്കം പല ആശുപത്രികളിലും മരുന്നുകളുടെ, ഉപകരണങ്ങളുടെയൊക്കെ പ്രശ്നം നേരിടുന്നുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി അതിന് പ്രധാനപ്പെട്ട റീസണാണ്. പക്ഷെ അത് സർക്കാർ ഗൗരവത്തിൽ പരിഗണിക്കേണ്ട ഒരു പ്രശ്നമാണെന്ന് നിയമസഭയിൽ ഉന്നയിക്കുകയാണ് പ്രതിപക്ഷം.